കേരളത്തിലുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ടാക്സ് ഓൺലൈനായിട്ട് അടക്കാനായിട്ട് ഈ കേസ് സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിലേക്ക് വരിക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ പേജിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് സർവീസസിൻ്റെ താഴെയായിട്ട് പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സ്മാർട്ട് സെർച്ച് വഴി നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സെർച്ച് വഴിയും നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. സ്മാർട്ട് സെർച്ച് ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ ബിൽഡിംഗ് ID നൽകിക്കൊണ്ടോ സെർച്ച് ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ മൊബൈൽ നമ്പർ നൽകിയിട്ടും അതുപോലെ ആധാർ നമ്പർ നൽകിയിട്ടും സെർച്ച് ചെയ്ത് നോക്കി, എനിക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ അഡ്വാൻസ്ഡ് സെർച്ച് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പ്രോപ്പർട്ടി ടാക്സ് പേ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബിൽഡിംഗ് ID അറിയാമെന്നുണ്ടെങ്കിൽ അത് നൽകിയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ അഡ്വാൻസ്ഡ് സെർച്ച് ഓപ്ഷൻ എടുത്തിട്ട് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ലോക്കൽ ബോഡി ടൈപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോക്കൽ ബോഡി നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാർഡ് ഇയർ സെലക്ട് ചെയ്യാം, വാർഡ് ഡീറ്റെയിൽസ് നൽകാം. നിങ്ങളുടെ പ്രോപ്പർട്ടി ഏത് വാർഡിലാണെന്ന് വെച്ചാൽ ആ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ സെർച്ച് ബൈ എന്നുള്ള ഓപ്ഷനിൽ ഡോർ നമ്പർ അല്ലെങ്കിൽ സബ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓണറിൻ്റെ നെയിം നൽകിക്കൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം വെച്ചിട്ടും പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബിൽഡിംഗ് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓർഡറിൻ്റെ നെയിം എൻ്റർ ചെയ്തതിന് ശേഷം കാറ്റഗറി ഓഫ് യൂസ് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഞാൻ അതാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ ആം നോട്ട് എ റോബോട്ട് സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ താഴെ കാണുന്നത് പോലെ എത്രയാണ് ടാക്സ് പേ ചെയ്യാനായിട്ടുള്ളതെന്ന് കാണിക്കും. ഇപ്പോൾ ഇവിടെ ബിൽഡിംഗ് ID കൊടുത്തിട്ടുണ്ട്, ബിൽഡിംഗ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഓണർ നെയിം കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ ഏരിയ കൊടുത്തിട്ടുണ്ട്, ആനുവൽ ടാക്സ്, അതുപോലെ ടാക്സ് ഡ്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടാക്സ് പേ ചെയ്യാനായിട്ട് പേ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലൊരു പേജ് ലഭിക്കും. ഇതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് വിത്ത് പേയ്മെൻറ്റ് ഓപ്ഷനിൽ യെസ് സെലക്ട് ചെയ്യുക. അപ്പോൾ മുകളിൽ ഇതുപോലെ പേയ്മെൻറ്റ് ഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി അത് എററാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഗെയിൻ ഇത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ SBI ePay മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പേ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തതിന് ശേഷം പേ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ പേയ്മെൻറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ UPI മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. യൂസ് യുവർ GST നമ്പർ ഫോർ ക്ലെയിമിംഗ് ഇൻപുട്ട് ടാക്സ് ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇപ്പോൾ GST ഉള്ളവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കാനായിട്ട് GST ഡീറ്റെയിൽസ് ഇവിടെ നൽകാവുന്നതാണ്. ഞാനിവിടെ അത് ഉപയോഗിക്കുന്നില്ല. ഇവിടെ UPI ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് QR ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ QR കോഡ് സ്കാൻ ചെയ്തു, പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് റെസിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റെസിപ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ബാക്ക് ടു അപ്ലിക്കേഷൻ എടുക്കുകയാണ്. ഇവിടെയും നിങ്ങൾക്ക് പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് റെസിപ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്.